രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ആ കുടുംബത്തിൻ്റെ നഷ്ടത്തിന് പകരമാവില്ലെങ്കിലും അവർക്ക് കഴിയുന്ന ആശ്വാസം നൽകാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ ധനമന്ത്രിയും സ്കൂളിലെത്തി. അതിനുശേഷം ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മിഥുൻ്റെ വീട്ടിലേക്കെത്തി അവൻ്റെ ഇളയ സഹോദരനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാജ്കുമാർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾക്കപ്പുറം നമുക്കിതിനകത്തൊന്നും പറയാനില്ല. ഈ ചടങ്ങുകൾ കഴിയുന്ന മുറയ്ക്ക്, അതായത് നാളെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സർക്കാരിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്നാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ മനുവിനോട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അറിയിച്ചത്. അതുപോലെ വീട്ടിനകത്ത് കയറി മുത്തശ്ശി രമണിയെയും കണ്ട് ആശ്വസിപ്പിക്കുകയും വേണ്ടതെല്ലാം ചെയ്യും, ഒരു തരത്തിലും നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല, ഞങ്ങളിൽ സർക്കാരിൻ്റെ എല്ലാ സപ്പോർട്ടും പിന്തുണയും നിങ്ങൾക്കുണ്ടാവുമെന്ന് മന്ത്രി അവിടെ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതിൽ ഈ തുടർ നടപടികളെക്കുറിച്ച്, അതായത് ഇപ്പോൾ ഇതിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കുടുംബമായിട്ടൊന്നും പറഞ്ഞില്ല. വേണ്ടതെല്ലാം ചെയ്യുമെന്ന് മാത്രമാണ്, നീതി കിട്ടിയിരിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ മന്ത്രി KN ബാലഗോപാലും ഇവിടെ നിന്ന് മടങ്ങിയത്. തേവലക്കര സ്കൂളിൽ അവർ ആദ്യം സന്ദർശിച്ചു. അവിടെ അവർ കാര്യങ്ങൾ വിശദീകരിച്ചു. താൽക്കാലികമായി ഇപ്പോൾ ഉടനടി ആശ്വാസം എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പിന് 3 ലക്ഷം രൂപ കൈമാറും എന്നാണ് അറിയിച്ചത്. അതിനിപ്പോൾ വരുന്ന ഇന്നോ നാളെയുമായിട്ടായിരിക്കും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ പണം കൈമാറുക. സമാന്തരമായി തന്നെ ഈ വൈദ്യുതി ബോർഡും കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്ഥലം MLA നമ്മളോടൊപ്പം ഉണ്ട്, മുൻ MP സോമപ്രസാദ് ഒക്കെ ഉണ്ട്. എന്ത് പറയുന്നത്? അല്ല, ഇതിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ഇത് ഒരു ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ അത് അവിചാരിതമായി സംഭവിക്കുന്നതാണ്, ആരും ബോധപൂർവം ചെയ്യുന്നതല്ല. തീർച്ചയായിട്ടും ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത്, രാഷ്ട്രീയത്തിനുപരിയായി. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒട്ടും ശരിയായൊരു കാര്യമല്ല. ഇപ്പോൾ സ്കൂളിൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളും ഭരണസഭയിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണെന്ന് പറയുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എന്നൊക്കെ നോക്കാതെ എല്ലാവരും ഈ സ്കൂളിൻ്റെ നായകത്വ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് പ്രസാദ് സാറ് ഈ സ്കൂളിലെ അധ്യാപകനായിരുന്നു. ആ സ്കൂളിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട്, അദ്ദേഹം പഠിച്ച സ്കൂളാണ്, ആ സ്കൂളിൻ്റെ നല്ല നടപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഈ ലൈനെന്ന് പറഞ്ഞാൽ 19 വർഷക്കാലത്തിന് മുമ്പേ ഉള്ളതാണ്. അദ്ദേഹം ഇവിടെ പിന്നെ അധ്യാപകനായാലും അതോടൊപ്പം തന്നെ എച്ചമായിരിക്കുന്ന സമയത്ത് ഈ ലൈനുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഏതോ കുഴപ്പം കാണിച്ച് നടന്ന് ഒരിക്കലും പറയാൻ പറ്റും. അദ്ദേഹം ഈ സ്കൂളിൻ്റെ നല്ല കാര്യത്തിൽ നടത്തിട്ട് ആ സ്കൂൾ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ വലിയ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്സിനുപരിയായിട്ട് നമ്മളിത് കാണണം. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല വേണ്ടത്. ആ വിഷയത്തെ സമഗ്രമായി പരിശോധിച്ച് നോക്കി മേലിൽ അത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ട് കാര്യമില്ല. ഇതിനകത്ത് ആരാണ് പക്ഷേ തെറ്റ് തുടങ്ങിയിട്ടുള്ളതിനെ പറ്റിയെല്ലാം സമഗ്രമായ അന്വേഷണം നടത്താൻ ഗവൺമെൻറ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ച് ആരാണെന്നുള്ളത് പിൻപോയിന്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കാര്യം ഗവൺമെൻറ് മന്ത്രിമാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഈ മിഥുനോടൊപ്പമാണ്, ആ കുഞ്ഞിനോടൊപ്പമാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അതെ, ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കോലാഹലങ്ങളല്ല പൊതുസമൂഹം നോക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നു, അതിൽ ഗവൺമെൻറ് എന്ത് നടപടി സ്വീകരിക്കുന്നു, സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതെ, സർക്കാരിൻ്റെ നിലപാട് ആൾറെഡി പ്രഖ്യാപിച്ച് കഴിഞ്ഞല്ലോ. ഈ ഗവൺമെൻറ് ഇപ്പം തന്നെ ചില സാമ്പത്തിക സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ആൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ വേണ്ടിയുള്ള സഹായം എല്ലാം ഏർപ്പാട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണ്. അദ്ദേഹം മടങ്ങി നിന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് കൂടി ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോടു കൂടി കൂടുതൽ സഹായങ്ങൾ ഈ വീട്ടിൽ ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മന്ത്രിമാർ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിർധനായ ഒരു കുടുംബമാണിത്. കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരും ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യം മുതൽ തന്നെ ഈ സംഭവം അറിഞ്ഞ മുമ്പ് തന്നെ ഇവിടുത്തെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളും ഇതോടൊപ്പം ഉണ്ട്. ആ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാവിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയോടൊപ്പം ആ കുടുംബത്തിന് വേണ്ടുന്നത്ര സഹായം ചെയ്യുക എന്നുള്ളതാണ്. അത് മന്ത്രി തന്നെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അതിന് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖത്തിനിടയിലും ഞങ്ങളെ ചേർത്ത് നിർത്തുന്നല്ലോ എന്ന ഒരു അനുഭവത്തോടു കൂടി ഞങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. ഓക്കെ. ഷമി, PKS നേതാവ് സോമപ്രസാദ്, അതുപോലെ
പി കെ ഗോപി ജനതാദള നേതാവ് ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ ഈ കോവൂർ കുഞ്ഞുമോൻ MLA ഇവരെല്ലാം ഈ കാര്യത്തിൽ സജീവമായി ഇപ്പോൾ ഈ മന്ത്രിമാർക്കൊപ്പമൊന്നുമല്ല, ഈ കുഞ്ഞിന് അപകടം സംഭവിച്ച നിമിഷം മുതൽ ഇവരെല്ലാം ഇതിൽ സജീവമായി രക്ഷാപ്രവർത്തനത്തിലും ഒക്കെ പങ്കെടുത്തവരാണ്. ഈ കുട്ടിക്ക് മിഥുന് നീതി കിട്ടാൻ വേണ്ടി, ആ കുടുംബത്തിന് സഹായം കിട്ടാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ഷമി.